മഴയെന്ന് പറഞ്ഞാൽ മഴ തകർത്ത് മഴ പെയ്യുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും മലയോര ജില്ലകളിലും മഴ കനക്കുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴയുടെ കൂടുതൽ വിവരങ്ങൾ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിച്ച് പല ആൾക്കാരും, പ്രത്യേകിച്ച് എറണാകുളത്തും തൃശ്ശൂരിലുമൊക്കെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അവധിയുണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ അവധി ഒന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഈ ജില്ലകളിലൊക്കെ തന്നെ മഴ തകർത്ത് പെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് 2-3 ജില്ലകളിൽ. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് ചേരുന്നു, അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരും, കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം ചേരും, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ കൊച്ചിയിൽ തകർത്ത് മഴ പെയ്യുകയാണ്. എറണാകുളം ജില്ലയിൽ മഴ രൂക്ഷമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടും രൂപപ്പെട്ട് പല റോഡുകളിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. അഭിനന്ദ്, കേൾക്കുന്നുണ്ടോ? SKN ഇന്ന് എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ ശക്തമായ മഴയാണ് രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിലാണ് ഇത്തരത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കലൂർ JLN സ്റ്റേഡിയത്തിന് തൊട്ട് മുന്നിലാണ്. ഇവിടെയും ഇത്തരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ രാവിലെ ഏതാണ്ട് 5 മണി മുതലാണ് മഴ ശക്തമായി തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കടകളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക്. ഇപ്പോൾ മഴ ചെറുതായി ഒന്ന് മാറി നിൽക്കുകയാണ്, വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിന്റെ 4ാം വരവോടുകൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമാണെന്നാണ് ഇവിടെ കൊച്ചി കോർപ്പറേഷൻ അടക്കം വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ തന്നെ കാലവർഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ വശത്തിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു അത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഈ കൊച്ചി നഗരത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് തുടരുന്നു. വൈത്തില, MG റോഡ്, കടവന്ത്ര, പാലാരിവട്ടം, ഒപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ ഇതുപോലെ സഞ്ചരിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. കൊച്ചി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളായിട്ടുള്ള കളമശ്ശേരിയിലും തൃക്കാക്കരയിലും കാക്കനാട്ടും ഒക്കെ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴും അങ്ങനെ മഴ തുടരുകയാണ്. ഇപ്പോൾ നഗരത്തിൽ ചെറിയ മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വെള്ളക്കെട്ട് തുടരുന്നു. കമന്റ് ബോക്സിലടക്കം നമ്മളോട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, എറണാകുളം ജില്ലയിൽ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഇപ്പോഴും റെഡ് അലർട്ട് തുടരുകയാണ്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളായിട്ടുള്ള മൂവാറ്റുപുഴയിലും കോതമംഗലത്തും മഴ തുടരുന്നുണ്ട്. പിറവം തുടങ്ങിയ പ്രദേശങ്ങളിലും മഴയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നഗരത്തിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ റെഡ് അലർട്ട് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്കാണ്, അവിടെ MG പ്രതീക്ഷിച്ചിരുന്നു. തലസ്ഥാന ജില്ലയിൽ എന്താണ് പ്രതീക്ഷ അവസ്ഥ? ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? SKN തലസ്ഥാന ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസം കൂടിയാണ്. കാലാവസ്ഥാ കേന്ദ്രം മധ്യ കേരളത്തിൽ അതിതീവ്ര മുന്നറിയിപ്പാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഇതിനു പുറമെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരമേഖലകളിലും മലയോര മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഈ തീരമേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ കൂടി സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം തീരമേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെയും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ 6 ജില്ലകളിൽ, പാലക്കാട് മുതൽ കോഴിക്കോട്, കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഒരു 2 ദിവസം കൂടി തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. SKN MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.